കാവുമ്പായി മാഷ. പ്രീ ഡിഗ്രി കാലം 74 നമ്പർ മുറിയിലെ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിലേക്ക് ഓടുകയാണ് പതിവ്. ഏറ്റവും പ്രിയപ്പെട്ട ക്ലാസ്സാണ്. സയൻസ് ലാബിൻ്റെ മുഷിഞ്ഞ മണത്തിൽ നിന്നും ആംഗലേയ ഗീർവാണങ്ങളിൽ നിന്നും സർക്കാർ സ്കൂളിൽ പഠിച്ചു വന്ന മലയാളം മീഡിയംകാരിയുടെ രക്ഷപ്പെട്ട ഓട്ടമാണ് ആ മലയാളം ക്ലാസ്. സ്കൂളിലെ ചക്രവർത്തി പദമൊക്കെ വിട്ട് സാമന്ത പദവിയിലാണ് സയൻസ് ക്ലാസ്സിലിരിപ്പ്. പുറം കാഴ്ചകളിൽ കണ്ണും മനസ്സും അർപ്പിച്ച് ധ്യാനനിരതമായ സയൻസ് ക്ലാസ്സുകൾ. പ്രീ ഡിഗ്രിക്ക് ചേർന്ന ആഴ്ചയിലാണ് സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയാണ് സീനിയേഴ്സ് പരിചയപ്പെടാനെത്തുക. മരച്ചുവട്ടിലേക്ക് വിളിപ്പിച്ച് സകല ബയോഡേറ്റയും ചോദിച്ചു മനസ്സിലാക്കി വിടുമ്പോഴേക്കും ക്ലാസ്സിലെത്താൻ വൈകും. ഞങ്ങൾ ക്ലാസ്സിലേക്ക് നടക്കുന്നതിനിടെയാണ് അനിലേട്ടൻ കൈമാടി വിളിച്ചത്. പേര് മനസ്സിലായത് പിന്നീടാണ്. നീലപ്പാവാടേ, ഇവിടെ വാ. പോകാതിരിക്കാനുള്ള ധൈര്യമൊന്നും അന്നില്ലായിരുന്നു. വണ്ടർലാൻഡിൽപ്പെട്ട ആലീസിനെ പോലെ കേരളവർമ്മ എന്നെ അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത കാലമായിരുന്നു. കയ്യിലുള്ള നീളൻ ഫയൽ മാറോടടക്കി പിടിച്ച് ഞാൻ ആ സപ്പോർട്ട മരത്തിന് ചുവട്ടിലേക്ക് നടന്നു. മരച്ചുവട്ടിലെ മജിസ്ട്രേറ്റുമാർ കാലിന്മേൽ കാൽ കയറ്റിവെച്ച് ഗൗരവഭാവത്തിലിരുന്നു. ഈ ഫയൽ എന്തിനാ കുട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുന്നേ? സാൾട്ട് പേപ്പറിലെ ആസിഫ് അലിയേക്കാൾ മുൻപേ അനിലേട്ടൻ എന്നോട് ആ ചോദ്യം ചോദിച്ച് കാലത്തിനു മുൻപേ സഞ്ചരിച്ചു. ഞാൻ ചിരിക്കാൻ ഒരു ദയനീയ പരിശ്രമം നടത്തി പരാജയപ്പെട്ടു നിന്നു. ക്ലാസ്സുണ്ട്, ഞാൻ പതുക്കെ പറഞ്ഞു. ക്ലാസ് പിന്നെ ഇല്ലാണ്ട് എണീറ്റ് ഓടുവോ? അനിലേട്ടൻ്റെ മറുപടി മരച്ചുവട്ടിൽ കൂട്ടച്ചിരിയുണ്ടാക്കി. ഞാൻ മാത്രം ചിരിക്കാതെ വിളറി വെളുത്തു നിന്നു. കുട്ടി, ക്ലാസ് ഉണ്ട് കാണും. ഞങ്ങൾ ഉണ്ടിട്ടില്ല. ഒരു 20 രൂപയിങ്ങേട്. അപ്പുറത്തിരുന്ന സന്ദീപേട്ടൻ ഗൗരവത്തിൽ കൈനീട്ടി. എൻ്റെയിലില്ല, ഞാൻ പറഞ്ഞു. വിടടാ അതിനെ, പൊക്കോട്ടെ. പ്രകാശേട്ടൻ മധ്യസ്ഥനായി. ഞാൻ പ്രകാശേട്ടനെ നോക്കി നന്ദിയോടെ ചിരിച്ചു. അതേ, NSSൽ ചേർന്നോളൂട്ടാ. ഞാൻ ക്ലാസ്സിലേക്ക് വരാം. പ്രകാശേട്ടനും ഞാനും തമ്മിൽ ഒറ്റ നിമിഷം കൊണ്ടൊരു സൗഹൃദം രൂപപ്പെട്ടു. അയ്യോ, ഞാനതിന് നായരല്ല. എൻ്റെ മറുപടി കേട്ട് സപ്പോർട്ട ചുവട് ചിരിക്കളമായി മാറി. പറഞ്ഞ അബദ്ധം പിടികിട്ടാതെ ഞാൻ നിന്നു. എൻ്റെ അറിവിൽ NSS എന്നതിന് നായർ സർവീസ് സൊസൈറ്റി എന്നതിനപ്പുറം ഫുൾ ഫോം ഇല്ലായിരുന്നു. NCC അല്ലാതെ NSS പ്രവർത്തനങ്ങൾ ഞാൻ പഠിച്ച സ്കൂളിൽ അത്ര സജീവമല്ലായിരുന്നിരിക്കണം. ചിരിക്കിടെ പ്രകാശേട്ടൻ പറഞ്ഞു, അത് വേറെ NSS, ഇത് നാഷണൽ സർവീസ് സ്കീം. അതും പറഞ്ഞ് പ്രകാശേട്ടൻ കുലുങ്ങി ചിരിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ മുഖം അപമാനം കൊണ്ട് വിളറി. പക്ഷേ ആ ചിരി ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചു. പ്രകാശേട്ടനെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇടയ്ക്ക് കൂട്ടുകാരുമൊത്ത് പോകുമ്പോൾ NSSൽ ചേരണില്ലേന്ന് പ്രകാശേട്ടൻ ഉറക്കെ ചോദിക്കും. ഞാൻ മുഖം വീർപ്പിക്കും. പിന്നെ പിന്നെ അത് ചിരിയായി. അങ്ങോട്ട് കൊഞ്ഞനും കുത്തി കാണിക്കലായി. കളിയാക്കലുകളൊക്കെ നിസ്സാരമായി അതിജീവിക്കാൻ കേരളവർമ്മ അപ്പോഴേക്കും പരിശീലിപ്പിച്ചിരുന്നു. മറന്നു. മലയാളം ക്ലാസ്സിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നല്ലോ സംഭവം. റാഗിംഗാനന്തരം ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുണ്ടുടുത്ത ഒരു മാഷ് നിൽപ്പുണ്ടായിരുന്നു. നല്ല ഗൗരവഭാവം. ആ ശബ്ദത്തിൻ്റെ മുഴക്കം ആ ഗ്യാലറി ക്ലാസ്സിൽ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ വലം കൈ ഉയർത്തി മുഖഭാവങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വരുത്താതെ ശബ്ദത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങളിൽ വ്യതിയാനങ്ങൾ വരുത്തി വിസ്മയം തീർക്കുന്ന ആ ക്ലാസ് ശ്രദ്ധിച്ച് ഞാൻ ആ വാതിക്കൽ നിന്നു. മേ കമിൻ സർ എന്ന ഔപചാരിക വഴക്കത്തിന് ഞാൻ അപ്പോഴും ഒട്ടും വഴങ്ങിയിരുന്നില്ല. ഞാൻ നിശബ്ദയായി ക്ലാസ്സിന് പുറത്തു നിന്നു. കുട്ടികളെ ശ്രദ്ധിക്കുന്നത് കണ്ട് മാഷ് തിരിഞ്ഞു നോക്കി. ഞാൻ പതുക്കെ ചിരിച്ചു. മാഷിൻ്റെ ചുണ്ടിൽ ചിരിയില്ല, നിറഞ്ഞ ഗൗരവം. എവിടെയായിരുന്നു? എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. അതൊരു കുറ്റപ്പെടുത്തലായി എനിക്ക് തോന്നിയത് കൊണ്ട് എൻ്റെ തല കുനിഞ്ഞു. കയറിയിരിക്കുക. ഞാൻ അകത്തേക്ക് കടന്ന് ആ ഗ്യാലറി ക്ലാസ്സിൻ്റെ ഏറ്റവും പുറകിലേക്ക് നടന്നു. മാഷ് ക്ലാസ് എടുക്കുന്നത് തുടർന്നു. മാഷിൻ്റെ കയ്യിൽ P. കുഞ്ഞിരാമൻ നായരുടെ താമരത്തോണിയാണ്. മാഷ് സംസാരത്തിനിടെ ആവർത്തിക്കുന്ന ഒരു എന്ന വാക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഞാനിരുന്നു. എത്ര ഒരു കളികളിലൂടെയാണ് മാഷിൻ്റെ ക്ലാസ് നീങ്ങുന്നതെന്നതിൻ്റെ കണക്കെടുപ്പ് നടത്താനുള്ള ശ്രമമായിരുന്നു പിന്നെ. മാഷ് ക്ലാസ്സിൽ ആവേശത്തിരയൊന്നും ഇളക്കുന്നില്ലായിരുന്നു. പക്ഷേ ആ വാക്കുകളിൽ അഗ്നിയുണ്ടായിരുന്നു. ഒരു റേഡിയോ പോലെ ഏകാധിപതിയായിരുന്നില്ല ക്ലാസ്സിൽ മാഷ്. ഇടയ്ക്കിടെ മാഷ് ചില ചോദ്യങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് ഇടുന്നുണ്ട്. ഉത്തരം പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. സയൻസ് ക്ലാസ്സിലെ നിശബ്ദതകൾക്ക് പ്രതികാരം ചെയ്തുകൊണ്ട് മാഷിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിനിടെ മാഷ് എന്നോട് ചോദിച്ചു, താനെവിടെ പഠിച്ചേ? ഞാൻ സ്കൂളിൻ്റെ പേര് പറഞ്ഞു. വായിക്കാറുണ്ടല്ലേ? കുറേശ്ശെ. ഞാൻ തൃശ്ശൂർ നഗരത്തിൽ വിനയം കണ്ടുപിടിച്ചവളായി.
കുറേശ്ശെ ആക്കണ്ട, ഇവിടെ നല്ല ലൈബ്രറി ഉണ്ട്, നന്നായി വായിക്കൂ. ആ, ഞാൻ ആഹ്ലാദപൂർവ്വം തലയാട്ടി. എനിക്ക് ഊർജം പകരാൻ അത് ധാരാളമായിരുന്നു. മാഷെന്നെ ഏൽപ്പിച്ച സുഖകരമായ ഉത്തരവാദിത്തം ഞാൻ കൃത്യമായി നിർവഹിച്ചു. ആഴ്ചയിൽ 3-4 പുസ്തകങ്ങൾ വായിക്കുന്ന സയൻസ് ക്ലാസ്സിലെ വിദ്യാർത്ഥിയായി. ഓസോൺ തന്മാത്രയിൽ എത്ര ഓക്സിജൻ ആറ്റമാണ് ഉള്ളതെന്നതിൻ്റെ ഉത്തരം എനിക്ക് അജ്ഞാതമായിരുന്നെങ്കിലും, അതിരാണിപ്പാടത്തിൻ്റെ പുതിയ കാവൽക്കാരാ, അതിക്രമിച്ചു കടക്കുന്നതിൽ ക്ഷമിക്കുക, പഴയ കൗതുക വസ്തുക്കൾ തേടി നടക്കുന്ന ഒരു പാവം പരദേശിയാണ് ഞാൻ എന്നവസാനിക്കുന്ന ദേശത്തിൻ്റെ കഥയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും എനിക്ക് ഹൃദിസ്ഥമായിരുന്നു. വായിച്ച പുസ്തകങ്ങളെപ്പറ്റി കുറിപ്പെഴുതാൻ മാഷ് പറയാറുണ്ടായിരുന്നു. എൻ്റെ ഡയറികൾ കുറിപ്പുകൾ കൊണ്ട് നിറഞ്ഞു. ബുധനാഴ്ചകളിലെ ആ അവസാന പീരീഡ് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്താറില്ലായിരുന്നു. മാഷിൻ്റെ പേര് അന്നൊക്കെ ഒരു കൗതുകമായിരുന്നു. കാവുമ്പായി മാഷ്. ഇങ്ങനെയും ഒരു പേരോ എന്ന് അതിശയിപ്പിച്ചിട്ടുണ്ട്. കാവുമ്പായി കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലപ്പേരാണെന്നും മാഷിൻ്റെ മുഴുവൻ പേര് MV ബാലകൃഷ്ണൻ എന്നാണെന്നും കാവുമ്പായി ബാലകൃഷ്ണൻ ലോപിച്ച് കാവുമ്പായി മാഷ് എന്ന പേരിൽ മാഷ് അറിയപ്പെട്ടതാണെന്നും പിന്നീട് അറിഞ്ഞു. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് മാഷിൻ്റെ ക്ലാസ് ഇല്ലായിരുന്നു. പ്രേമലത ടീച്ചറും അനിൽ മാഷുമായിരുന്നു സെക്കൻഡ് ഇയറിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നത്. ഇരുവരും പ്രിയപ്പെട്ടവരായിരുന്നുവെങ്കിലും കാവുമ്പായി മാഷിൻ്റെ ക്ലാസ് ഒരു നഷ്ടബോധമായി ഉള്ളിൽ കിടന്നു. വല്ലപ്പോഴും മാത്രമേ പിന്നീട് മാഷെ കാണാറുണ്ടായിരുന്നുള്ളൂ. കോളേജ് സ്റ്റോപ്പിൽ ബസ്സിറങ്ങി കോളേജിലേക്ക് നടക്കുന്നതിനിടെ ചിലപ്പോൾ മാഷെ കാണാറുണ്ട്. മിക്ക അധ്യാപകരും കാറിലും ഓട്ടോയിലും ബൈക്കിലുമൊക്കെ വരുമ്പോൾ മാഷ് നടന്നായിരുന്നു കോളേജിലേക്ക് പോയിരുന്നത്. ആ കോളേജ് റോഡിലൂടെ മാഷ് നടന്നു പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഗീവർഗീസ് അച്ഛനെ ഓർമ്മ വരുമായിരുന്നു. ശാന്തനായി യാതൊരു ഗൃഹാതുരത്വവുമില്ലാതെ ഹിക്വിറ്റിയിലെ ഗീവർഗീസ് അച്ഛനെ പോലെയുള്ള മാഷിൻ്റെ നടത്തത്തിനൊപ്പമെത്താൻ ഞാൻ എൻ്റെ കാലുകൾ നീട്ടിവെക്കും. ഒപ്പമെത്തിയാലും മാഷ് എന്നെ ശ്രദ്ധിക്കുമായിരുന്നില്ല. മാഷെന്നോട് എന്തെങ്കിലും ചോദിക്കുമെന്നും ആ ചോദ്യത്തിനുത്തരം പറഞ്ഞ് കോളേജ് ഗേറ്റ് വരെ നടക്കാമെന്നുമുള്ള എൻ്റെ പ്രതീക്ഷകളെ വൃഥാ വിലാക്കിക്കൊണ്ട് മാഷ് എന്നെ പരിപൂർണമായി അവഗണിച്ച് നടന്നു നീങ്ങും. 1ാം വർഷ പ്രീ ഡിഗ്രി ക്ലാസ്സിലെ TS ദീപയെ മാഷ് എങ്ങനെ ഓർക്കാനാണ്? എത്രയോ മുഖങ്ങൾ പല ക്ലാസ്സുകളിൽ മാറി മറിയുന്നതിനിടെ മാഷിനെ ഏതോർമ്മയിൽ തളച്ചിടാനാണ്? പ്രീ ഡിഗ്രിക്ക് ശേഷം ഞാൻ കേരളവർമ്മയിൽ BA മലയാളത്തിന് ചേരാൻ ചെന്ന ദിവസം അമ്മയാണ് ഒപ്പമുള്ളത്. എൻട്രൻസോ ഫിസിക്സോ എന്ന ചോയ്സിന് മുന്നിലേക്ക് BA മലയാളം എന്ന ഒറ്റ ഓപ്ഷൻ ഞാൻ നീട്ടിയപ്പോൾ വീട്ടിലുണ്ടായ കലാപം അടങ്ങിയിട്ടില്ല. ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് മാഷെയാണ്. അപ്പുറത്ത് RG മാഷും സരസ്വതി ടീച്ചറും ഇരിപ്പുണ്ട്. എന്നെ കണ്ടപാടെ കാവുമ്പായി മാഷ് നിറഞ്ഞു ചിരിച്ചു. ആഹാ, താൻ മലയാളം എടുത്താ? ആ ചോദ്യം എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അപ്പോൾ മാഷിനെന്നെ ഓർമ്മയുണ്ട്. നന്നായി, തനിക്ക് മലയാളമാണ് നല്ലത്. അത് കേട്ടപ്പോൾ ഞാൻ അമ്മയെ പാളി നോക്കി. മലയാള ഭാഷയെ പരിപോഷിപ്പിക്കാനുള്ള എൻ്റെ യജ്ഞത്തെ പരിഹസിച്ചു നിർവീര്യമാക്കാതിരിക്കാൻ ആ വാക്കുകൾക്കാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ ആ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി മാറി. പല ഡിപ്പാർട്ട്മെൻറ്റുകളും വിദ്യാർത്ഥികൾക്ക് ചെരുപ്പ് ഊരി വെച്ച് മാത്രം കയറാമായിരുന്ന ഇടങ്ങളായിരുന്നപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും തുറന്നിട്ട വാതിലുകളായി ഞങ്ങളെ വരവേറ്റു. ഞങ്ങളുടെ മുഖമൊന്ന് വാടിയാൽ അന്വേഷിക്കാൻ അവിടെ ആളുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ അണച്ചെത്തുന്നത് അവിടെയായിരുന്നു. കാവുമ്പായി മാഷായിട്ടായിരുന്നു കൂട്ടത്തിൽ അടുപ്പം കുറവ്. പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴാണ് മാഷ് അടുത്ത് വിളിക്കുക. ഗൗരവത്തിൽ ഓരോ പേപ്പറിൻ്റെയും മാർക്കുകൾ ചോദിക്കും, കൂട്ടി നോക്കും. ചിലപ്പോൾ തൃപ്തിയോടെ തലയാട്ടും, മറ്റു ചിലപ്പോൾ അതൊന്നും പോരല്ലോ എന്ന നിരാശയിൽ നമ്മെ നോക്കും. MAയ്ക്കും കേരളവർമ്മയിൽ തന്നെയായിരുന്നു. മാഷിൻ്റെ ക്ലാസ് ആഴ്ചയിൽ ഒറ്റ പീരീഡേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു നിരാശയായിരുന്നു. ഒരിക്കൽ ഞാനും ജ്യോതിയും നൂനുവും കൂടി PG ബ്ലോക്കിന് താഴെ ഇരിക്കുമ്പോൾ മാഷിനെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ പിടഞ്ഞെണീറ്റ് ഓടിച്ചെന്നു. താൻ നെറ്റ് എഴുതണില്ലേ? നെറ്റ് എന്ന വാക്ക് അവിടെ ഇവിടെയും കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്കന്ന് വലിയ പിടിയൊന്നുമില്ല. കോളേജ് ലെക്ചർ ആവാനുള്ള പരീക്ഷയാണെന്നും അതിന് കോച്ചിങ് ഉണ്ടെന്നുമൊക്കെ ഏകദേശ ധാരണയുണ്ട്, അത്രമാത്രം. ഇല്ല മാഷേ, കോച്ചിങ്ങിന് പോയിട്ടില്ല. കോച്ചിങ്ങിനൊന്നും പോകണ്ട, എഴുതിക്കോ. എന്താണ് പറയേണ്ടതെന്നറിയാതെ ഞാൻ അമ്പരന്ന് നിന്നു. ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു.
അപേക്ഷ ഇന്ന് തന്നെ കൊടുത്തോ? അവസാന തീയതി തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു. അപേക്ഷ തൊഴിൽ വാർത്തയിലുണ്ട്. അതൊരു ആജ്ഞ തന്നെയായിരുന്നു. അതിനെ മറികടക്കാൻ കഴിയാത്ത വിധം പ്രതീക്ഷകളാൽ മാഷെന്നെ തളച്ചു കളഞ്ഞിരുന്നു. മാഷിനോട് എഴുതിയെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ആ പരീക്ഷ എഴുതി. റിസൾട്ടിനെപ്പറ്റി ഒരാകാംക്ഷയുമില്ലാതെ പരീക്ഷ എഴുതി കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ പടിയിറങ്ങി. പരീക്ഷ കഴിഞ്ഞ ആ വിഷുക്കാലം എല്ലാവരും ഊണ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. അമ്മ ചെന്ന് ഫോൺ എടുത്തു. എന്നെ നീട്ടി വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ നിന്റെ സാറാ എന്ന് പതുക്കെ പറഞ്ഞ് അമ്മ ഫോൺ എനിക്ക് നേരെ നീട്ടി. തൊട്ടടുത്ത് തന്നെ നിലയുറപ്പിച്ചു. ഹലോ. ഞാൻ ഫോൺ ചെവിയിൽ വെച്ചു. തൻ്റെ റിസൾട്ട് വന്നാ? നെറ്റിൻ്റെ. ആ വാക്ക് കേട്ട് ഞാൻ പരമദയനീയയായി. എൻ്റെ വിഷു വിളറി വെളുത്തു. എൻ്റെ ഇത്തിരി ആകാശം മറയ്ക്കാനായാണ് മാഷിൻ്റെ ഈ ഫോൺ വിളി. എനിക്ക് ആദ്യമായി മാഷിനോട് ദേഷ്യം തോന്നി. എന്ത് കാര്യത്തിനാണ് മാഷിത് ചോദിക്കുന്നത്? അന്നെഴുതിയ പരീക്ഷയുടെ റിസൾട്ട് വന്നാ എന്ന് വീട്ടിൽ അന്വേഷിക്കുമ്പോഴൊക്കെ അതിൻ്റെ റിസൾട്ട് ലോകാവസാനം വരേക്കും നീളുമെന്ന മട്ടിൽ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നോക്കിയിട്ടില്ല മാഷേ, ഞാൻ വിക്കി പറഞ്ഞു. തൻ്റെ നമ്പർ എത്രയാ? ഞാൻ നോക്കാം. ഓർമ്മയില്ല. മാഷൊന്ന് ഫോൺ വെച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആ സമയത്ത് ആഗ്രഹിച്ചത്. ഞാൻ പരാജയപ്പെടാൻ പോവുകയാണ്. ആ പരാജയം മാഷ് അറിയുന്നതിലാണ് എൻ്റെ സങ്കടം അത്രയും. നോക്കിയിട്ട് വാ, ഫോൺ വെക്കണ്ട. ഞാൻ നിസ്സഹായതയോടെ തമോഗർത്തത്തിലാണ്ടു. നിരാശയോടെ മുറിയിലേക്ക് നടന്നു. എവിടെയാണ് ആ ഹാൾ ടിക്കറ്റ് എടുത്തു വെച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഇത്രയ്ക്ക് അലക്ഷ്യമായാണ് ഞാനത് കൈകാര്യം ചെയ്തതെന്നറിഞ്ഞാൽ മാഷിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നോർത്ത് ഞാൻ വീണ്ടും നിസ്സഹായയായി. അച്ഛനും അമ്മയും മുറിയുടെ വാതിൽക്കലുണ്ട്. കാര്യം അവർക്കും പിടികിട്ടിയിട്ടുണ്ട്. എൻ്റെ വിശ്വസത്യ അനാഥമായി കിടന്നു. ഒടുവിൽ അയോധ്യ ജുവലറിയുടെ ബ്രൗൺ നിറമുള്ള പേഴ്സിനുള്ളിൽ നിന്ന് ചുളുങ്ങി മടങ്ങി കൂഞ്ഞു പിടിച്ചിരിക്കുന്ന ആ ഹോൾ ടിക്കറ്റ് ഞാൻ കണ്ടെടുത്തു. അതുമായി ഫോണിനരികിലേക്ക് നീങ്ങി. ഫോൺ എടുത്ത് മാഷിനോട് നമ്പർ വിളിച്ചു പറഞ്ഞ് നിർവികാരതയോടെ ഫോൺ താഴെ വെച്ചു. ചുറ്റുമുള്ള ആകാംക്ഷാമുഖങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് ആ ചുവപ്പും നിറമുള്ള ഫോണിനരികിൽ ഞാൻ ഏറ്റവും നിശബ്ദയായി. വീണ്ടും ഫോൺ ബെൽ മുഴങ്ങി. ആ മണിമുഴക്കം കേട്ട് ഞാൻ ഞെട്ടി. മാധവിക്കുട്ടിയുടെ ശിക്ഷ എന്ന കഥയിലെ നായികയെപ്പോലെ ഒന്നുകൂടി മനസ്സിരുത്തി പഠിക്കായിരുന്നു എന്ന ഉള്ളിൽ പെറുപെറുത്ത് ഞാൻ ഫോണെടുത്തു. കിട്ടിയിട്ടുണ്ടോ തനിക്ക്? നെറ്റ് കിട്ടിയിട്ടുണ്ട്. മാഷിൻ്റെ സ്വരത്തിൽ ആഹ്ലാദം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഞാൻ എന്താണ് പറയേണ്ടതെന്നറിയാതെ അന്തം വിട്ടുനിന്നു. അത്യാഹ്ലാദങ്ങളാൽ ഉള്ളും നിറഞ്ഞു തൂവുന്നുണ്ടെങ്കിലും മുഖത്തോ വാക്കുകളിലോ അത് പകർത്താനാവാത്ത വിധം ഞാൻ നിസ്സഹായിയായിരുന്നു ആ നിമിഷം. ഹാപ്പി വിഷു മാഷേ. ആ സന്ദർഭത്തിൽ ആ വാചകമല്ല യോജിക്കുന്നതെന്നറിഞ്ഞിട്ടും പുറത്തേക്ക് വന്ന വാക്കുകൾ അതായിരുന്നു. ആ ഹാപ്പി വിഷു, ഹാപ്പി വിഷു. കേരളവർമ്മ കാലത്തിന് ശേഷം പിന്നീട് കാവുമ്പായി മാഷെ കാണുന്നത് എൻ്റെ വിവാഹത്തിനാണ്. ജൂലൈ 3 തോറാന പെരുമഴ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് ശബ്ദാഘോഷം തീർത്തപ്പോൾ ഈ നശിച്ച മഴ കാരണം കോളേജിൽ നിന്ന് ആരും വരില്ല എന്ന് നിരാശപ്പെട്ട് ഞാനും നിശാന്തം നിന്നു. ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ ഞാനും നിശാന്തം അഭിനയിച്ച് വശം കെട്ടപ്പോൾ ദൂരെ ഒരു രൂപം. ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പുറകിൽ നനഞ്ഞ കുടമടക്കി മുണ്ടിനെ നനയ്ക്കാതിരിക്കാൻ അത് നീട്ടിപ്പിടിച്ച് കാവുമ്പായി മാഷ്. മാഷിൻ്റെ കൂടെയുള്ളത് ഭാര്യയും മകളുമായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. മാഷിനിരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ലല്ലോ എന്ന നിരാശയോടെ ഞാൻ നിശാന്തിനോട് പറഞ്ഞു. എൻ്റെ ആഹ്ലാദ നിമിഷത്തെ മാഷ് ദൂരെ നിന്നും കണ്ടു. മാഷ് എപ്പോഴും അങ്ങനെയായിരുന്നല്ലോ. ആഹ്ലാദങ്ങൾ എനിക്കായി വിട്ടുതന്ന് മാഷ് ദൂരെ മാറി നിൽക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വിളി വരും, ചിലപ്പോൾ ഓടിയെത്തും. എന്താടോ എന്നൊരു വാക്ക്. ആ വാക്ക് വെറുമൊരു വാക്കല്ല മാഷേ, അതൊരു കരുതലാണ്. ഒരാൾക്കൂട്ടത്തിൻ്റെ ബലമുണ്ട് ആ ഒരൊറ്റ വാക്കിന്. കെടാൻ പോകുന്ന തീയിലേക്ക് നിശബ്ദം വയ്ക്കുന്ന വിറകൻ കൊള്ളികൾ പോലെയാവും ചില വാക്കുകൾ. അതണയാൻ പോകുന്ന തീയിനെ ആളിക്കത്തിക്കും. ചളുങ്ങിയ അലുമിനിയ പാത്രം പോലെ കിടന്നിരുന്നവളെ തട്ടി നിവർത്തി ശരിയാക്കിയത് പലപ്പോഴും ആ വാക്കുകളാണ്. ആത്മവിശ്വാസത്തോടെ നിവർന്നു നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ വാക്കുകളാണ്. പലരും കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ പോലെയാണ് മാഷേ. മാഷിനെ പോലെയുള്ളവർ ഒഴുകുന്ന പുഴകളായിരുന്നുവെന്ന് കൂടുതൽ ശക്തിയായി തിരിച്ചറിയുന്നു.